സെപ്റ്റംബർ 21 പ്രത്യേകത എന്താണെന്നറിയോ? പട്ടാമ്പിയിലെ IQ പ്ലസിന്റെ ഉദ്ഘാടനല്ലേ? കറക്റ്റ്. അപ്പോ 21-ാം തീയതി IQ പ്ലസിന്റെ ഉദ്ഘാടനം പട്ടാമ്പിയിൽ. എല്ലാവരും വരണേ. IQ പ്ലസ് ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്ഘാടനം സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകിട്ട്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. ഏവർക്കും സ്വാഗതം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലുമായാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടത്തുന്നത്. ഒക്ടോബർ 22 മുതൽ 24 വരെയാണ് മേള. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി 4000-ഓളം ശാസ്ത്ര പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കും. 22-ന് രാവിലെ മുഹമ്മദ് മുഹസിൻ MLA മേള ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിക്കും. 24-ന് നടക്കുന്ന സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ അധ്യക്ഷത വഹിക്കും. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളയാണ് നടക്കുക. ഓരോ വിഭാഗങ്ങളിലും രാവിലെ 9:30-ന് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രദർശനവും ഉണ്ടായിരിക്കും. പാലക്കാട് ജില്ലാ റവന്യൂ ശാസ്ത്രോത്സവം 22, 23, 24 തീയതികളായി പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അതിനനുബന്ധ സ്കൂളുകളിലും പരിപാടികൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും അതിൻ്റെ ഉത്ഭവം തന്നെ കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കുട്ടികളിലുള്ള ശാസ്ത്രപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത്തരം ശാസ്ത്രമേളകൾ ഉപകാരപ്പെടുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏകദേശം 3854-ഓളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് മത്സരാടിസ്ഥാനത്തിൽ തന്നെ ഉള്ള ഈ ശാസ്ത്രോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ആദ്യമേ പ്രതീക്ഷിക്കുകയാണ്. ഇതിലെ വിപുലമായ പരിപാടികളാണ് ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളും ഏറ്റെടുത്തിട്ടുള്ളത്. പ്രചാരണ കമ്മിറ്റി, അതുപോലെ തന്നെ മറ്റ് മേഖലയിലെ എല്ലാ കമ്മിറ്റികളും വിവിധ നല്ല അച്ചടക്കത്തോടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ശ്രീദാസ്, KT സുമതി, K വിജയൻ, ബാലകൃഷ്ണൻ, MN വിനോദ് ഉൾപ്പെടെയുള്ളവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു.